നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഏറ്റവും സാധാരണക്കാരനായിട്ടാണ് ഈ ഭൂമിയിൽ അവിടുന്ന് ജീവിച്ചത്. ഏറ്റവും ഒരു സാധാരണ വ്യക്തിക്ക്, സാധാരണ ഓർഡിനറി നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് അപ്രോച്ചബിളായ, റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട്. അതുകൊണ്ട് യേശയ്യാ പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്: ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ആകർഷണമോ ഒന്നും അവനുണ്ടായിരുന്നില്ല. നമ്മൾ പലപ്പോഴും യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല പിക്ചറുകളിലൊക്കെ നല്ല സുന്ദരനായ കർത്താവിൻ്റെ സ്പിരിച്വൽ ബോഡി, ആത്മീയമായിട്ടുള്ള ശരീരത്തിനും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ദൈവമാണ്. എന്നാൽ ഭൂമിയിൽ മനുഷ്യനായി ശരീരത്തിൽ വന്നപ്പോൾ ഏറ്റവും സാധാരണക്കാരനായി, മനുഷ്യർക്ക് അപ്രോച്ചബിളായി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമില്ല, ഒരാളോട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തി എന്നെ ഒന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ നിങ്ങളിപ്പം കടന്നു പോകുന്ന ഒരവസ്ഥ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ആൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്, അത് വചനത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ തൻ്റെ സഹോദരനോട് സദൃശ്യനായി തീർന്നു. നമ്മളെപ്പോലെ എല്ലാ കാര്യത്തിലും. ഇന്ന് നിങ്ങൾ യേശുവിനോട് നിങ്ങളുടെ ഭാരങ്ങൾ പറയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ വേദന എന്താണെന്ന് അതിൻ്റെ ആഴത്തിൽ കർത്താവിന് അറിയാം. കാരണം ഈ ഭൂമിയിൽ ഈ വേദനകൾ മുഴുവനും കർത്താവും കടന്നു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ ചില വ്യക്തികളുണ്ട്, അല്ലെ, നമുക്ക് ഏത് സമയത്ത് അവരെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ സിനിമാടന്മാരെ പോലെ ഗ്ലാമറോ അല്ലെങ്കിൽ വലിയ എന്നാ പറയുന്നത്, അങ്ങനത്തെ വലിയൊരു മാനുഷികമായ അട്രാക്ഷനേക്കാളും അവരുടെ വ്യക്തിത്വം, അവരുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ ആ ഒരു പുഞ്ചിരി, ആ ഒരു സംസാരം, ആ ഒരു റിലയബിലിറ്റി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്. ഇപ്പോൾ ഒരു വിഷമം വരുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് അവരോട് വിഷമം പറയാനും, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യത്തിൽ അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്, അല്ലെ. അങ്ങനെ, അതായത് അവർക്ക് ജാതി മതത്തിനൊക്കെ അപ്പുറമാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഏത് മനുഷ്യനും റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, അപ്രോച്ചബിൾ ആയിട്ടുള്ള, അതായത് ദൈവം, എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ, ആ ഒരു സത്യം, അതാണ് യേശു. നമ്മുടെയൊക്കെ ഈ ശരീരത്തിനകത്ത് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്കിവിടെ ഈ ഭൂമിയിൽ ജാതി, മതം, കളറ്, റേസ് ഇതെല്ലാം ഇങ്ങനെ വിഭാഗിത ഉണ്ടാക്കിയേക്കുവാണ്. ആത്മാവിന്റെ ലോകത്തിൽ അവിടെ വേറൊന്നുമില്ല. അവിടെ ദൈവമാണ്, പരമമായ സത്യമാണ്, അവൻ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഏറ്റവും സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കണം. ദിസ് ഈസ് ഗോഡ്, ഇതാണ് ദൈവം. ദൈവം സ്നേഹമാകുന്നു, കരുണയാകുന്നു. ആ സ്നേഹമാകുന്ന ദൈവത്തെ അനുഭവിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയിലൂടെ നിന്റെ ആത്മാവിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടാവുകയാണ്. ആ രൂപാന്തരീകരണം നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്നത്. മനുഷ്യനെ തന്റെ യഥാർത്ഥ ആ ഫോമിലേക്ക് തിരികെ മടക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി, ആ റിഡംഷന് വേണ്ടി.